വയനാട് DCC ട്രഷററായിരുന്ന NM വിജയന്റെ ആത്മഹത്യയിൽ ഉത്തരവ് വരുന്നതുവരെ അറസ്റ്റ് പാടില്ല എന്ന് കോടതി. കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിൽ നാളെയും വാദം തുടരും. അതേസമയം ആത്മഹത്യയും അതുമായി ബന്ധപ്പെട്ട 3 കേസുകളും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. വിവരങ്ങളുമായി കമൽ ചേരുന്നുണ്ട്. കമൽ, NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഉത്തരവ് വരും വരെ അറസ്റ്റ് ഉണ്ടാകാൻ പാടില്ല എന്നാണ് കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജയലക്ഷ്മി, ഇന്ന് ആണ് മുൻകൂർ ജാമ്യാപേക്ഷ കൽപ്പറ്റ സെഷൻസ് കോടതി ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചത്. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, അതുപോലെ മുൻ കോൺഗ്രസ് നേതാവ് ഗോപിനാഥൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് കോടതി പരിഗണിക്കുന്നത്. അപേക്ഷ ഫയലിൽ സ്വീകരിച്ചപ്പോൾ തന്നെ തീരുമാനമാകുന്നതുവരെ അറസ്റ്റ് കോടതി തടഞ്ഞിരുന്നു. ഇന്ന് വീണ്ടും കോടതി പറഞ്ഞു ഉത്തരവ് ആകുന്നതുവരെ അറസ്റ്റ് ചെയ്യരുതെന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന് കോടതി വീണ്ടും നിർദ്ദേശം നൽകുകയായിരുന്നു. IC ബാലകൃഷ്ണന്റെയും അതുപോലെ ND അപ്പച്ചന്റെയും അഭിഭാഷകരുടെ വാദമാണ് ഇന്ന് പൂർത്തിയായത്. നാളെ ഗോപിനാഥന്റെ അഭിഭാഷകന്റെ വാദവും അതോടൊപ്പം പ്രോസിക്യൂഷന്റെ ക്രോസും നാളെ നടക്കും. അതിനുശേഷമായിരിക്കും മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുക. അതിനിടെ ഈ ആത്മഹത്യാ കേസും അതുമായി ബന്ധപ്പെട്ട 3 ചീറ്റിംഗ് കേസുകളും ക്രൈംബ്രാഞ്ചിന് വിടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഉത്തരവ് നാളെയോ അടുത്ത ദിവസമോ ഇറങ്ങും. അതോടെ ഏത് യൂണിറ്റിനാണ് അന്വേഷണം എന്ന കാര്യം വ്യക്തമാകും. പോലീസ് തന്നെയാണ് ഒരു കേന്ദ്രീകൃത ഏജൻസി മുഴുവൻ കേസുകളും അന്വേഷിക്കട്ടെ എന്നുള്ള നിലപാട് സ്വീകരിച്ചത്. ശരി കമൽ, കോൺഗ്രസ് നേതാക്കളുടെ ജാമ്യാപേക്ഷയിൽ കൽപ്പറ്റ ജില്ലാ സെഷൻസ് കോടതിയിൽ നാളെയും വാദം തുടരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കമലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.